ഹലോ, ഇന്ന് നാടൻ കോഴിക്കറി കേട്ടോ. അപ്പോൾ അതിനായിട്ട് തേങ്ങാപ്പീര വറുത്തെടുക്കാം. അതിന് കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം, കുരുമുളക്, ജാതിപത്രി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പില ചേർത്തിട്ട് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കറിവേപ്പിലും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി കാച്ചി എടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരച്ച രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി കാച്ചി എടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.